WCCയുടെ നിലപാടുകളെ വിമർശിച്ച നടനും നിർമ്മാതാവുമായ വിജയ് ബാബു തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വാക്കുകളും പ്രവൃത്തികളും വളച്ചൊടിക്കുന്നവരാണ് WCC അംഗങ്ങൾ. അവർ തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കൂട്ടായ്മ എന്ന പേരിൽ ഒരു പുരുഷനെയോ പുരുഷന്മാരെയോ ആക്രമിക്കാൻ കൂട്ടായി ഒന്നിക്കുന്നുവെന്നും വിവരങ്ങളുമായി ബീനാറാണി ചേരുന്നുണ്ട്. ബീനാറാണി, ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ സിനിമാ ലോകത്ത് ഒരു വാദപ്രതിവാദങ്ങൾക്ക് ഒരു പോര് തുറന്നിരിക്കുകയാണ് വിജയ് ബാബുവിന്റെ പുതിയ പ്രസ്താവനയോടുകൂടി. നമുക്കറിയാം, വിജയ് ബാബു എന്ന നടനും നിർമ്മാതാവും ഈ ആദ്യം മുതലേ WCCക്കെതിരെ സ്വീകരിച്ച നിലപാടുകൾ, WCCയെ എന്നും വിമർശിച്ച് രംഗത്തെത്തുന്ന നടനാണ് ഈ വിജയ് ബാബു. എന്തായാലും ഇപ്പോൾ പുരുഷന്മാരെ ഒന്നാകെ ആക്രമിക്കുന്ന ഒരു സംഘടനയാക്കി മാറ്റുകയാണ് WCCയെ വിജയ് ബാബുവിന്റെ ഈ പ്രസ്താവനയോടുകൂടി. വിജയ് ബാബു എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ഒപ്പം WCC അംഗങ്ങൾ ഇതിനോട് എങ്ങനെയാണ് ബീന പ്രതികരിക്കുന്നത്? അശ്വതി, തീർച്ചയായും WCCക്കെതിരെ വലിയ വിമർശനവുമായാണ് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. സ്ത്രീകളായ അവർക്ക് എല്ലാ അധികാരങ്ങളുമുണ്ട്, അവർ വാക്കുകളും പ്രവൃത്തികളും വളച്ചൊടിക്കുന്നവരാണ് എന്ന ഒരു രൂക്ഷ ആ ആവശ്യം കഴിഞ്ഞതിന് ശേഷം, അതായത് ആക്രമണം കഴിഞ്ഞതിന് ശേഷം അവർ പിരിയുന്നു. പിന്നീട് അടുത്ത വിഷയം വരുമ്പോൾ അവർ വീണ്ടും ഒന്നിക്കുന്നു. ഇത്തരത്തിൽ പുരുഷന്മാർക്കെതിരെ മാത്രം പ്രതികരിക്കുന്ന ഇത്തരത്തിൽ പുരുഷന്മാർക്കെതിരെ മാത്രം പ്രതികരിച്ച ഒരു കൂട്ടായ്മയായി WCC മാറി എന്നാണ് വിജയ് ബാബു വിമർശിച്ചത്. കൃത്യമായ മാനദണ്ഡങ്ങളോ ശീലങ്ങളോ ഇവർക്കില്ല. തലയുമില്ല, വാലുമില്ല, നൈതികതയുമില്ല, നയങ്ങളുമില്ല, നിയമങ്ങളുമില്ല. തങ്ങൾക്ക് അറിയാവുന്ന താൽക്കാലികമായ താല്പര്യങ്ങൾ നിറവേറ്റാൻ സമയോചിതമായി രൂപീകരിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമാണ് WCCയുടേത് എന്ന ഒരു വിമർശനമാണ് വിജയ് ബാബു മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, കൃത്യമായും ഒരു പശ്ചാത്തലത്തിൻ്റെ പിന്തുണയോടെയാണ് വിജയ് ബാബു ഇത്തരത്തിലൊരു വിമർശനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന്. അതായത് ഗീതു മോഹൻദാസ് WCCയിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ്. ഗീതു മോഹൻദാസും പാർവതി തിരുവോത്തും മറ്റും നേരത്തെ എപ്പോഴും ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ അഭിപ്രായങ്ങൾ സിനിമയിൽ വരുന്നതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ അടുത്തിടെ ഗീതു മോഹൻദാസ് പുറത്തിറക്കിയ ടോക്സിക് എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിൽ ഉടനീളം സ്ത്രീവിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധതയുള്ള ഒരു കഥാപാത്രത്തെ ആണ് കാണിക്കുന്നത്. അത്തരത്തിൽ ആ കാര്യത്തിൽ മാത്രം WCC ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് വിജയ് ബാബു സൂചിപ്പിച്ചത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കാം. അതായത് തങ്ങളിൽ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പ്രതികരണമില്ല, മറിച്ച് അത് തന്നെയാണ്. WCC നിലപാടുകളെ വിമർശിച്ചിരിക്കുകയാണ് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു. നമുക്കറിയാം, അടുത്തിടെയായി ട്രെയിലർ ഗീതു മോഹൻദാസിന്റെ ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത്. അപ്പോൾ അതിന് പിന്നാലെയാണ് വിജയ് ബാബു ഒരു ഒളി അമ്പ് ഈ WCCക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് ഗീതു മോഹൻദാസിനെ ലക്ഷ്യമായി തന്നെയാണെന്ന് വ്യക്തമാണ്. ഈ തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വാക്കുകളും പ്രവർത്തികളും ഒക്കെ വളച്ചൊടിക്കുന്നവരാണ് WCC അംഗങ്ങളെന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം പുരുഷന്മാരെ ആക്രമിക്കാൻ വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ്, അതാണ് WCC എന്നതടക്കമുള്ള ഗുരുതര വിമർശനങ്ങൾ നടൻ വിജയ് ബാബു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ WCC ഇതിനെ എങ്ങനെയാണ് മറുപടി നൽകുക എന്നതാണ് കണ്ടറിയേണ്ടത്. ബീനാറാണിയാണ് വിവരങ്ങൾ നൽകിയത്.